ജീവചരിത്രത്തിൽ എഴുതിയിരിക്കുന്നത് ഡൊമിനിക്ക് ദേവാലയം മുറ്റത്തെത്തിയപ്പോൾ മാലാഹമാർ കൂട്ടമണി അടിച്ചെന്നാണ്. പതിവിന് വിപരീതമായി കൂട്ടമണി ശബ്ദം കേട്ട് ജനമെല്ലാം ഓടിക്കൂടി. അപ്പോൾ പ്രകാശിക്കുന്ന മുഖവുമായി വികാരിച്ച് നിൽക്കുകയാണ്. അദ്ദേഹം പ്രസംഗം ആരംഭിച്ചു. അരമണിക്കൂർ പ്രസംഗം. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടെ സംഭവിക്കുന്നു. സഭ വിട്ടുപോയ, പാഷണ്ഡതയിലേക്ക് പോയ മുഴുവൻ ഇടവക ജനവും അനുദപിച്ച് കുമ്പസാരിച്ച് തിരിച്ചു വരികയാണ്. ഇത് ഇദ്ദേഹത്തിന് വലിയൊരു പ്രചോദനമായി. പിന്നീട് ഒരു ദിവസം പോലും വിശ്രമമില്ലാതെ യൂറോപ്പിൽ അങ്ങോളം ഇങ്ങോളം ഊട്ടി നടന്ന് അദ്ദേഹം പ്രസംഗിക്കുകയാണ്. പ്രസംഗിക്കുന്ന ഇടങ്ങളിലെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് കർത്താവ് വചനത്തെ സ്ഥിരീകരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഈ തിന്മ യൂറോപ്പിനെ വിട്ടുപോവുകയാണ്. 2.5 വർഷമൊക്കെ കടന്നു പോന്നു. ഒരു ദേവാലയത്തിൽ ഇദ്ദേഹം പ്രസംഗിക്കുമ്പോൾ പിശാച് ബാധിച്ച ഒരു മനുഷ്യൻ അലറി നിലവിളിച്ചുകൊണ്ട് പള്ളിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. ഡൊമിനിക്ക് മനസ്സിലായി തിന്മയാണ്. ഡൊമിനിക്ക് ഇദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ജപമാലയായിട്ട് കടന്നു ചെല്ലുന്നു. ഇദ്ദേഹം താഴെ വീഴുന്നു. ഡൊമിനിക്ക് ഏതാനും ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഒറ്റ ചോദ്യത്തിനും പിശാച് ഉത്തരം കൊടുക്കുന്നില്ല. അവസാനം മാതാവിൻ്റെ മധ്യസ്ഥം തേടിയാണ്, മാതാവെ സഹായിക്കണമേ. ഒരു സ്വർണ്ണദണ്ഡുമായി പരിശുദ്ധ അമ്മ കടന്നു വന്ന് ഈ പിശാച് വാതിനെ പ്രഹരിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്, എൻ്റെ ദാസനായ ഡൊമിനിക്കിന് ഉടൻ മറുപടി കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, ഡൊമിനിക്കിൻ്റെ ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു, യേശുവിൻ്റെ നാമം കഴിഞ്ഞാൽ നരകം ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന നാമം ഏതാണ്? പിശാച് നിലവിളിച്ചുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, മറിയം. വീണ്ടും പിശാച് 2 കാര്യങ്ങൾ കൂടി പറഞ്ഞു. അവളുടെ ദാസരുടെ മേൽ ഞങ്ങൾക്ക് വിജയമില്ല, അവളുടെ ശുശ്രൂഷയിൽ നിലനിന്ന ഒരൊറ്റ ആത്മാവിനെ പോലും നരകത്തിലെത്തിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല.